പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. കർത്താവെ, ഉറ്റവരും ഉടയവരും വഴക്കിട്ട് മാറിയതിൻ്റെ പേരിൽ വെറുമ അനുഭവിക്കുന്നവരെ, ഉറ്റവർ പിരിഞ്ഞുപോയതിൻ്റെ പേരിൽ സങ്കടം സഹിക്കാനാവാതെ മനസ്സ് തേങ്ങി നടക്കുന്നവരെ, അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ നീ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ, എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണമ്മ. അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ PhD തീസിനെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും
അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു. എഴുതാൻ കഴിയാത്തവർ, എഴുത്തിടക്ക് നിന്നുപോയവർ, മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത്, മുന്നോട്ട് പോകാൻ പറയാൻ കാര്യം കർത്താവാണ് നമുക്ക് ആഹാരം തരണത്, അല്ലാതെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയകരം അണിയിച്ച ഒരു ശ്രീരത്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ. ആ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. നീ ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പിതാവേ, ഭൂമി ജനങ്ങളെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഇടയ്ക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും, എല്ലാ പദ്ധതികളും, എല്ലാ ജോലികളും, എല്ലാ പഠനങ്ങളും, എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര്, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര്, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവര്, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോഴേ അവിടെ എന്താ വചനം? എന്നെ പ്രതി സമാധാനം സ്ഥാപിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേഗമായ എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ ഇവിടെ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകണത് ആ സമാധാനം ക്രിസ്തുവിന് നാമം സ്ഥാപിക്കണം. അല്ലാതെ ഒരു വീട്ടില് വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പൊ നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ, എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത്. എന്നിട്ട് അവരുടെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും അത് ജയിക്കുകയും അതിനടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സാണ്. അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത്. അവിടെ എല്ലാം ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനം നടപ്പിലാകുന്നതിൻ്റെ പേരിൽ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും പറഞ്ഞത്? ഒരു സമാധാനമേ ഉള്ളൂ. ആരാണത്? ക്രിസ്തുവാണ് സമാധാനം. ക്രിസ്തുവാണ് സമാധാനം. സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുകയാണ്. നാഥനും രക്ഷകനുമായിട്ട്, കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക. അതിനാ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാതെ വഴക്ക് പറഞ്ഞ് തീർക്കണം മാത്രമല്ല, അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധന്മാരും തിരുനാളിൽ വെടിപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? എന്നെ പ്രതി. അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു, എന്നെ പ്രതി. അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ. ലോകം മുഴുവനും ഉള്ളത് പകുതി മുക്കാലും വിദ്യാഭ്യാസമൊക്കെ നമ്മുടേതാണ്. പക്ഷെ ഇപ്പൊ എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത്. ആരാ? ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കണ അല്ല. എന്താ ഉറപ്പ്? പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെന്ന് നമുക്കത് നടത്തുന്നവർക്ക് തന്നെ അറിയാം. അതിന്റെ പേരിലൊരു അജപാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തില് ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട്. ഇല്ലെന്ന് ഇതൊക്കെ പറയാൻ പറ്റുമെന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിലും ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാക്ഷീകരിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ്. ചില സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കും. ചില പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത്. എന്താണ്? അതൊരു സമാധാനം സ്ഥാപിക്കണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി. നിജമായി ആരോപിക്കുക മാത്രമല്ലേ, നമുക്ക് ധനനഷ്ടം ഉണ്ടാവും,
ശരീരക്ലേശം ഉണ്ടാവും. പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. മക്കളെ, അച്ഛന് സുശേഷഭാഗ്യം ഉണ്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓർത്തേക്കണം, എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത്. 16-ാം വയസ്സ് ഗർഭം ധരിച്ചത് ക്വിറീനിയസ് സീസറിൻ്റെ കാലത്ത് പേരെഴുതിക്കാൻ വേണ്ടി ഗർഭവയറും താങ്ങി 3 ദിവസം യാത്ര ചെയ്തത്, ആ ചോരക്കുഞ്ഞിനെ താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ്. ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ഈജിപ്തിലെ തീപാറുന്ന തീരത്ത് 4 കാലം വീണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളയും കൂടി ഔസപിതാവിടെ പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തായിരുന്നു? ക്രിസ്തുവിനെ പ്രതി ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? എല്ലാ സഹനങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ, അതുവഴി സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദൈവം നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ. ഞാൻ വാഴവര സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഭാര്യ നയന. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വിസയിലും ജോലി ലഭിക്കാനൊക്കെ വളരെ തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്ന്, ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു തോട് പോലെ എൻ്റെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തോട് പോലെ ഒരു സ്ഥലമുണ്ട്, അതിങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മാലാഖ പതുക്കെ അതിൽ കൈയിട്ടിട്ട് ആ ഒരു മണ്ണിങ്ങനെ നീക്കുമ്പോഴത്തേനും വെള്ളം ഒഴുകുകയാണ് അതിലൂടെ. എന്നിട്ട് എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ 500 ജപമാല ചൊല്ലണം. ഇതാണ് ആ ദർശനം. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ദർശനമാണിത്. അതുപോലെ തന്നെ ഞാനിത് വിശ്വസിച്ചു. ഞാൻ 500 ജപമാല ഒരു ദിവസം 8-10 ജപമാല വെച്ച് 500 ജപമാല തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ എറണാകുളത്താണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ അന്ന് 2018 കൃപാസനം. അന്ന് പലർക്കും അത്രയും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പള്ളിയുടെ മുന്നിലിരുന്ന് പത്രം കിട്ടുകയാണ്, കൃപാസനം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാനതെടുത്തു. ഞാൻ അതിലെ കാര്യങ്ങൾ വായിച്ചു, സ്ഥലം മനസ്സിലാക്കി. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു ആദ്യം ഉടമ്പടിയില്ല, ഞാൻ അന്ന് തപസ് ധ്യാനമാണ്. ആദ്യം തപസ് ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. എല്ലാം മാറി എൻ്റെ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു യൂട്ടേണാണ് പിന്നെ നടക്കുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായന, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ സംഭവിക്കുകയാണ്. വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയായി, ഞാൻ കുവൈറ്റിലായി. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉടമ്പടി ഉപ്പ്, തൈലം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 2022 ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ പോയി. അന്ന് 10 വർഷമായിട്ട് എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വെല്ലിങ് വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പോൾ അത് 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നു. തണുത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു. സർജറി ചെയ്യാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുകയാണ്, ടോൺസിലൈറ്റീസ് ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അഭിഷേകം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എനിക്കായിരിക്കും ആ രോഗസൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട,
ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 അവസാനം ഞങ്ങൾ കുവൈറ്റിൽ വൈഫിന് OIT പാസ്സായി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് പോകുന്നു ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എനിക്കവിടെ രജിസ്ട്രേഷന് വേണ്ടി PTE എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാണ്. അപ്പോൾ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഞാൻ PTEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ്. അത് മാതാവാണ്. മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, ഈശോ എല്ലാം ക്രമീകരിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ, ഈശോ എല്ലാം ക്രമീകരിക്കും. ഞാൻ പിന്നെ ഒരു മാസം കോഴ്സിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ എനിക്ക് പാസ്സാൻ പറ്റിയില്ല. 1-2 മാർക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എഴുതി, അടുപ്പിച്ചടുപ്പിച്ച് 3-4 പ്രാവശ്യമൊക്കെ എഴുതി, കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ 65 എല്ലാത്തിനും വേണം മൊഡ്യൂൾ. എനിക്ക് 64, 63 ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് കയറുന്നില്ല. ഞാൻ പിന്നെ വളരെ അപ്പം പിന്നെ ഇത് ഞാൻ ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്ക്, അതായത് ഈശോ എല്ലാം ക്രമീകരിക്കും, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈശോ എല്ലാം ശരിയാക്കും, അമ്മയും ഈശോയും എന്നെ സഹായിക്കും. അതുപോലെ തന്നെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തു. അവളും നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതി. പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ 9 തവണ എക്സാം എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം പാസ്സാകുന്നില്ല. ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസാനം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശി എനിക്ക് കാശുരൂപം തന്നു. എല്ലാ പരീക്ഷയിലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് സമയത്ത് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് വരാമോ എന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മടുത്ത് കസേര ഇരിക്കുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു അഭിഷേകമായിരുന്നു. അതായത് ഈശോ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നി. ആ ഒരു വചനം ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എൻ്റെ കവളി തട്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5 വന്ന് പുതുക്കിയത്. 2025 മെയ് 9 എക്സാം എഴുതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എല്ലാം രജിസ്ട്രേഷനായി, ലൈസൻസായി. അപ്പോൾ ഞങ്ങൾ ഈ 9 പോകാനിരിക്കുകയാണ്. ഈ 9-ാം തീയതി ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ വൈഫിന് കൊടുക്കാം. ഞങ്ങൾ 2023 ഡിസംബറിൽ കുവൈറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്ത് ന്യൂസിലാൻഡിന് പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. എല്ലാം പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പോകാമെന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വിസയ്ക്ക് ഇടാൻ പറ്റത്തില്ല, OETയുടെ റിസൾട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് കാണിക്കണേ, പാസ്പോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ OETയുടെ റിസൾട്ട് വെച്ച് പോകാൻ പറ്റില്ല, നിങ്ങൾ ഒന്നുകൂടെ OET എഴുതുക, അല്ലെങ്കിൽ IELTS എഴുതുക, അങ്ങനെ പറയാം. ഭയങ്കര എളുപ്പമാണ് പറയാനായിട്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഏതായാലും അത് പറ്റില്ല എന്നായി. അപ്പം ഞാനൊരു വൈകുന്നേരം ഇത് അറിയണത്. ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു, പിറ്റേന്ന് രാവിലെ കൃപാസനത്തിൽ പോവാം, അതായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഞാനിവിടെ രാവിലെ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. അതിന് ശേഷം ഞാൻ അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്തു, ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഏജൻസീനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിസയ്ക്ക് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, വിസയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാവുണ്ട്, നിങ്ങൾ എക്സാം എഴുതുക തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, റിജക്ഷൻ വന്നോട്ടെ, കുഴപ്പമില്ല, അത് ഞാൻ ഫേസ് ചെയ്തോളാം, പക്ഷേ എനിക്ക് എന്താണെങ്കിലും വിസയ്ക്ക് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ നിർബന്ധപ്രകാരം വിസയ്ക്ക് ഇട്ടു. പക്ഷേ എൻ്റെ വിശ്വാസം, എനിക്കറിയാമായിരുന്നു മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ വിസയ്ക്ക് ഇട്ടപ്പോൾ അവർ പറഞ്ഞു 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ സമയത്തും ഞാനിങ്ങനെ നന്മ അറിഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മി ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറകോരത്തോണ്ട് നടക്കുന്നത്? അപ്പം
നമ്മുടെ വിഷമം പേരൻസിന് അവർക്കും കൂടെ വിഷമമായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും അവരോട് പറയാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഞാനെല്ലാം റിസൈൻ ചെയ്ത്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുക. ഇപ്പം ന്യൂസിലൻഡിന് പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനിങ്ങനെ മൊബൈലിലൊക്കെ മെസ്സേജൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്നങ്ങ് തുറന്നു നോക്കണ ഒരു ആളല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിഷ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെസ്സേജിൻ്റെ ടോൺ കേൾക്കുക. പെട്ടെന്ന് ഞാൻ എനിക്കത് തുറന്നു നോക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടായി. തുറന്നു നോക്കിയപ്പം അതെൻ്റെ വിസ വന്നതിൻ്റെ ഇമെയിലായിരുന്നു. 21 ദിവസമാണ് ഏജൻസി പറഞ്ഞിരുന്നത്. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. യാതൊരു തടസ്സമോ യാതൊരു ക്വയറീസോ ഒന്നും അതിനകത്തുണ്ടായില്ല. പക്ഷേ ഞാൻ OETയുടെ അവിടുന്ന് ഒരു മെയിൽ വാങ്ങിച്ചായിരുന്നു. ഇത് ഒരാൾ തന്നെയാണ്, അത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇത് അവർ ഡിക്ലെയർ ചെയ്ത് തന്നിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഒത്തിരി ഇടപെടൽ അതിനകത്തുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി 2024 ജൂൺ 30-ന് ഞാൻ ന്യൂസിലാൻഡിലോട്ട് പോയി. ജൂലൈ 31-ന് എൻ്റെ ക്യാപ്പ് കഴിഞ്ഞു. ഓഗസ്റ്റ് 20 ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ലൈസൻസ് കിട്ടി. ആ സമയത്ത് ഒരാൾക്ക് പോലും അവിടെ ജോലി കിട്ടുന്നില്ല. എല്ലാവരും തിരിച്ചു പോരുക, 6 മാസം നിന്നിട്ട് തിരിച്ചു പോരുന്നു, 3 മാസം നിന്നിട്ട് തിരിച്ചു പോരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തിരിച്ചു പോയാൽ ജോലി ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ അനിയനുണ്ട് അവിടെ അവരുടെ കൂടെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബാച്ചിൽ എല്ലാവരും തിരിച്ച് നാട്ടിൽ പോയി. ആ സമയത്ത് ഈശോയും മാതാവും എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഞാൻ ജൂൺ ലാസ്റ്റാണ് പോയത്. ഒക്ടോബർ 17-ാം തീയതി ഞാൻ നല്ലൊരു ഫെസിലിറ്റിയിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ 9-ാം തീയതി ഞാൻ കുട്ടികളെയും ഹസ്ബൻഡിനെയും കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഞങ്ങൾ തിരിച്ചു പോവുക. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിയും ഓരോ വീടുകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ചിലർ പത്രം വാങ്ങിച്ചിട്ട് വീടുകളിൽ ഫ്ലാറ്റുകളിൽ തന്നെ വെക്കുന്നുണ്ടായിരുന്നു കൊടുക്കാതെ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് ഓരോ ഫ്ലാറ്റിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈശോയെ ഏകരക്ഷകനായിട്ട് പറയാനായിട്ട് എനിക്കൊരു മടിയില്ലായിരുന്നു. അവിടെ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുവൈറ്റീസ് വന്ന് നമ്മളോട് ഇങ്ങനെ അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായപ്പോൾ. അപ്പോൾ അതല്ല, ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചത്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം. പിന്നെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പം ഈ അവരോട് ചിലപ്പോൾ അതിനോട് കാണാം, നമുക്ക് ഉടമ്പടി എടുത്തവരുണ്ടാവാം, ഇപ്പോൾ മാതാവിനെ അറിയത്തില്ലാത്തവരുണ്ടാവാം. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയും. അപ്പം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഞാൻ അവർക്ക് കൊണ്ടേ കൊടുക്കുകയും അത് ഉപയോഗിക്കുകയും അങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന എന്ന് വെച്ചാൽ ഒരിക്കലും ശരിയാകാത്ത ചില കേസുകൾ വരെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച വഴി നല്ല റിക്കവറി പേഷ്യൻസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും. എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിലൂടെ മാതാവിനെയും ഈശോയും ഒക്കെ ബൈബിൾ വചനങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ആദ്യ നാളുകളിൽ ഉടമ്പടിയെക്കുറിച്ച് 2018 ഉടമ്പടി എടുത്തതാണ് ഞാൻ. അപ്പോൾ അന്ന് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ ഒരുപാട് പേര്, അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കൊണ്ട് എന്നെ അറിയാവുന്നവർ ഒത്തിരി പേര് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വിളിച്ചു ചോദിക്കുമായിരുന്നു. അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ സാധിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ജെറമിയ 7:23 എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. സെബിൻ സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരനും ഭാര്യ നയനയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സെബിൻ പറഞ്ഞു തുടങ്ങിയത് 2018
മകന് ലഭിച്ച ഒരു സ്വപ്നത്തിലൂടെയാണ് അമ്മ മാതാവിനരികിലേക്കുള്ള ജീവിതം മകൻ ചേർത്ത് വയ്ക്കുന്നത്. 500 ജപമാല ചൊല്ലുവാനുള്ള സ്വപ്നമാണ് മകന് ലഭിച്ചത്. അത് ഒത്തിരി നമ്പരല്ലേ, പ്രയാസമല്ലേ എന്ന് കരുതി വേണമെങ്കിൽ അത് തട്ടുനീക്കി കളയാമായിരുന്നു. നമുക്ക് ദൈവികമായി ലഭിക്കുന്ന സന്ദേശങ്ങളോട് നാം ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കത് അനുഗ്രഹത്തിലുള്ള വഴികളായി മാറുന്നത്. മകൻ പറയുന്നുണ്ട്, ഓരോ ദിവസവും 4, 5, 6, 7 ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ ആ 500 ജപമാലകൾ ചൊല്ലുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് അവിചാരിതമായി കൃപാസനം പത്രം കിട്ടുന്നതും ഇവിടെ അമ്മയുടെ അരികിൽ വന്ന തപസ് ധ്യാനം കൂടുന്നതും. അത് കുറേ കൂടി ജീവിതത്തെ എങ്ങനെ മാറ്റിയെന്നാണ് സഹോദരൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. നാം ഓരോരുത്തരും മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രെമിസസ്, അതിൻ്റെ ആദ്യം നമുക്ക് വേണ്ട ജീവിതത്തിൻ്റെ വ്യത്യാസം, നമ്മുടെ സ്വഭാവം എങ്ങനെ മാറുന്നു, നമ്മുടെ താല്പര്യങ്ങൾ എങ്ങനെ മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് എന്ത് വ്യത്യാസമുണ്ടാവുന്നു, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നു, നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ എത്ര കണ്ട് വിശുദ്ധമായി തീരുന്നു എന്നൊക്കെയാണ്. ഉടമ്പടി നമുക്ക് ആന്തരികവും ബാഹ്യവുമായ യാതൊരു മാറ്റവും കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ ഉടമ്പടി പേപ്പറിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിലില്ല. അതുകൊണ്ട് ഉടമ്പടി നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ആന്തരികവും ബാഹ്യവുമായ ജീവിത വിശുദ്ധിയിലേക്കും ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പെരുമാറ്റ രീതികളിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഏറ്റവും ത്യാഗമുള്ള, ഏറ്റവും ഗൗരവമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിലേക്കുമാണ്. അതാണ് ഉടമ്പടിയുടെ ആദ്യത്തെ നിബന്ധനകളിൽ നാം ഓരോന്ന് വായിച്ച് പാലിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ജഡികമായ പ്രവണതകൾ ഏറെയുള്ള വ്യക്തികളാണ്. ഈ ജഡിക പ്രവണതകൾക്കപ്പുറം ആത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ള ജീവിതങ്ങളായി മാറുന്നതിന് വേണ്ടി നാം നടത്തുന്ന ത്യാഗപൂർണമായ തീർത്ഥാടനമാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ ദിവസവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി നമ്മുടേത് മാറ്റുക, ക്ഷമയുള്ളവരായി മാറുക, ഭക്തിയുള്ളവരായി മാറുക, വിവേകമുള്ളവരായി മാറുക, ആത്മസംയമനമുള്ളവരായി മാറുക. അങ്ങനെ ജീവിതത്തെ തന്നെ നാം ആയിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളിൽ നിന്നും നാം എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ദൈവത്തിന് ഹിതകരമായി ജീവിക്കേണ്ടത്, ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ മരിയൻ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിലാണ് നമ്മുടെ നിയോഗങ്ങൾ പോലും അനുഗ്രഹമായിട്ട് മാറുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, ജീവിതം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുമ്പോൾ അല്പം കൂടി ജീവിത സാഹചര്യം മെച്ചപ്പെടണമെന്ന് കരുതി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാളുകളിൽ വീണ്ടും അമ്മ മാതാവ് മകനെ സ്വപ്നത്തിലൂടെയാണ് തേടിയെത്തുന്നത്. മകന് വാക്കാണ് കേൾക്കുന്നത്. നമ്മുടെ ലഭിക്കുന്ന സന്ദേശങ്ങളിൽ നിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. ഉടമ്പടിയിൽ എപ്പോഴും അതാണ്. ഉടമ്പടിയിൽ നമുക്കൊരു സന്ദേശം ലഭിച്ചാൽ, ഒരു മെസ്സേജ് ലഭിച്ചാൽ, ഒരു കാര്യം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്താൽ അത് നമ്മുടെ നിയോഗവുമായി ബന്ധമുണ്ടാവും. എല്ലാം ക്രമീകരിക്കപ്പെടും. അതാണ് കൊടുത്ത സന്ദേശം. എല്ലാം ക്രമീകരിക്കപ്പെടും. ജോലി ക്രമീകരിക്കപ്പെടുന്നു. എക്സാം വിജയിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കപ്പെടുന്നു. മകളുടെ ജോലിയും പഠിത്തവും ക്രമീകരിക്കപ്പെടുന്നു. വിദേശത്തുള്ള വാസത്തിൽ അവിടെയുള്ള എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്യുവാൻ പറ്റും വിധം ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അമ്മ മാതാവ് അനുഗ്രഹമായി, അനുകൂലമായി മകൾക്ക് മാറ്റിക്കൊടുക്കപ്പെടുന്നു. അതാണ് എല്ലാം ക്രമീകരിക്കപ്പെടുമെന്നൊരു വാചകമാണ് തനിക്ക് സ്വപ്നത്തിലൂടെ ലഭിക്കുന്നതെങ്കിലും അത് അമ്മ കൈമാറിയ സന്ദേശമാകുമ്പോൾ അതിനെൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി അമ്മ മാതാവിനുണ്ടെന്നും ഈശോയിലൂടെ അത് നിവർത്തിച്ചു തരുമെന്നും ഉടമ്പടിയിലുള്ളവർ സംശയമില്ലാതെ വിശ്വസിക്കുകയാണ്. പിന്നീട് അവർ നടത്തുന്ന പരിശ്രമങ്ങളിൽ ദൈവികമായ ഇടപെടലുകളാണ് നിരന്തരം കാണുന്നത്. മകൻ വിദേശത്തേക്ക് പോകുവാൻ, ജോലി കിട്ടുവാൻ വേണ്ടി പരീക്ഷ എഴുതി. അത് യൂറോപ്പിലേക്കുള്ള പരീക്ഷ മകൻ വിജയിച്ചു. മകൾ കുവൈറ്റിൽ നിന്ന് വിദേശത്തേക്ക് പോകുവാൻ ന്യൂസിലൻഡിൽ എത്തിച്ചേർന്ന് അവിടെയുള്ള പരീക്ഷകൾ എഴുതി. അവിടെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. അതും അമ്മ മാതാവ് അനുകൂലമായി അനുവദിച്ചു നൽകുന്നു. രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ സന്തോഷം ഒരു അമ്മ കൂടെ നിൽക്കുന്നത് അനുഭവിക്കുന്നു എന്നതാണ്. മറ്റുള്ളവർക്കൊരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തെ എന്താ ഞങ്ങളിങ്ങനെ വിദേശത്ത് നല്ല ജോലി ഉണ്ടായിരുന്നവർ നാട്ടിൽ വന്നിങ്ങനെ വെറുതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും ഞങ്ങളുടെ നാവിലൊരിക്കലും
അമ്മയെക്കുറിച്ചുള്ള പ്രാർത്ഥന മാറിയിട്ടില്ല. ഞങ്ങളുടെ ജീവിത രീതികളിൽ ഒരിക്കലും അമ്മയോടുള്ള വിശ്വസ്തതയ്ക്ക് കുറവ് വന്നിട്ടില്ല. ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ, ദൈവത്തെ കൈമാറുന്ന പ്രേക്ഷിത പ്രവൃത്തി സന്തോഷത്തോടെ നിർവഹിക്കുവാൻ ഞങ്ങൾ നിരന്തരം ശ്രദ്ധിച്ചിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ത്യാഗത്തോടുകൂടി ജീവിതത്തെ വിശുദ്ധീകരിച്ച് അചഞ്ചലമായി ഇളക്കം തട്ടാതെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ നമുക്കെപ്പോഴും ശ്രദ്ധയുള്ളവരാവണം. നമ്മൾ 3, 4, 5 തവണ പുതുക്കിയിട്ടും നമ്മുടെ വച്ചിരിക്കുന്ന പ്രധാന നിയോഗം സാധിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അത് ദൈവം ഉപേക്ഷിച്ചുവെന്നല്ല. ദൈവം അതിനെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. സമയത്തിൽ നിനക്കത് അനുവദിച്ചു തരുവാൻ അവിടുന്ന് തിരുവുള്ളമാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കി ഒരു അനുഗ്രഹം ലഭിച്ചില്ലെന്ന് കരുതി പിന്നോട്ട് മാറേണ്ടവരല്ല. മറിച്ച് കൂടുതൽ എളിമപ്പെട്ട് കൂടുതൽ വിശുദ്ധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ വലിയ ഇടപെടലുകൾ അമ്മ വഴി ലഭിക്കുന്നത് കാണുവാനാകും. മകൻ സൂചിപ്പിച്ചു, അത് കുവൈറ്റിൽ വെച്ച് അച്ഛൻ്റെ ധ്യാനം കൂടി അച്ഛൻ ഒത്തിരി പേരെ കണ്ട് പ്രാർത്ഥിച്ച് ആകെ തളർന്നിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ കൈകാട്ടി വിളിച്ചു, എന്നെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അലിവുള്ള ഈശോ നടന്നു വരുന്നത് പോലെ അവന് അവരോട് അനുകമ്പ തോന്നിയെന്ന് വചനം പറയുന്നത് പോലെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ എനിക്ക് വലിയ ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പറ്റി. എനിക്കുറപ്പായി എന്തിനു വേണ്ടിയാണോ ഈ നാളുകളിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അത് അനുവദിച്ചു തരുമെന്ന്. അച്ഛൻ അതാണ് മകന് കൈമാറിയത്. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം കൃപാസന മാതാവിനെ നിൻ്റെ ജീവിതത്തിന് മുഴുവനായി ഉടമപ്പെടുത്തുക എന്ന് തന്നെയാണ്. അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് അമ്മ ലോകം മുഴുവനും അമ്മയുടെ പ്രത്യക്ഷീകരണം ഏറ്റെടുക്കുവാൻ വേണ്ടി നിൻ്റെ ജീവിതാനുഭവത്തിലൂടെ അനേകർക്ക് നീ സാക്ഷ്യമായി മാറുകയെന്നാണ് മകന് കൊടുക്കുന്ന സന്ദേശം. ഇന്ന് ഇരുവരും ഈ അൾത്താരയിൽ ചേർന്ന് നിൽക്കുമ്പോൾ കുടുംബത്തിലെങ്ങനെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അമ്മ മാതാവ് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, മറ്റുള്ള പലർക്കും ജോലി കിട്ടാതിരിക്കുമ്പോഴും ഇവർക്ക് വേണ്ടി എങ്ങനെ വാതിലുകൾ തുറന്നു കൊടുത്തു, ജീവിതം സുരക്ഷിതമാക്കിയെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയിൽ ശരണപ്പെടുക, ജീവിതം ശുഭകരമാകും. അമ്മയിൽ ആശ്രയിക്കുക, സങ്കടങ്ങൾ മാറിപ്പോകും. അമ്മയുടെ കരങ്ങളിലേക്ക് നിരാശപ്പെടാതെ ജീവിത വിഷയങ്ങളെ വിട്ടുകൊടുക്കുക. എത്ര കണ്ട് നമ്മുടെ കണ്ണുകളിൽ താമസിച്ചാലും ദൈവത്തിൻ്റെ കണ്ണുകളിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ കറകളെയും കുറവുകളെയും നമുക്കുള്ള സ്വാർത്ഥതകളെയും ഒഴിവാക്കിയെടുത്ത് ശുദ്ധീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അനുഗ്രഹമാക്കി നമ്മുടെ നിയോഗങ്ങൾ കൈമാറും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ മക്കൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് അന്ന. ഞാനും എൻ്റെ ഫാമിലിയും സെയിൻറ്റ് മേരീസ് വള്ളംചിറ ഇടവക അംഗങ്ങളാണ്. ഞാൻ കഴിഞ്ഞ 4 ഇയേഴ്സായിട്ട് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഞാൻ ഫസ്റ്റ് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് 2019 ആൻഡ് കോവിഡൊക്കെ കഴിഞ്ഞ് 2021 എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ്. 2025 ജനുവരി 2 ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത്. ഞാൻ പറഞ്ഞതുപോലെ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയുവാണെങ്കിലും ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുകയും ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് എടുക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു മെറിറ്റും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പണ്ടുതൊട്ടേ പ്രാർത്ഥിക്കും. എനിക്കിപ്പം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അത് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ ഒരു ബൈബിൾ വേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. എക്സഡസ് 33 chapter 33 verses 15 to 16. If your presence does not go with us, do not send us up from here. How will anyone know that you are pleased with me and with your people unless you go with us? What else will distinguish me and your people from all the other people on the face of the earth? എൻ്റെ ലൈഫിൽ എന്നെ മറ്റുള്ളവരിൽ നിന്നും കർത്താവ് എൻ്റെ കൂടെ വന്ന് എന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്തതാണ്.
ഞാനിവിടെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൽ ലെവൽ 4 ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു നിയോഗം വെച്ചു, മാതാവേ എനിക്കൊരു കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട് എനിക്കൊരു മുന്നോട്ടൊരു ഹയർ ലെവൽ ജോലി പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഒരു ടെമ്പററി വിസയിലാണ്. ഞാനവിടെ പഠിക്കാൻ പോയപ്പം സ്റ്റേ ബാക്ക് ആയതുകൊണ്ട് ഞാൻ ടെമ്പററി വിസയിലാണ്. എനിക്കിനി 1 വർഷത്തെ വിസയും കൂടെ ഉള്ളൂ. ആ ഒരു ടെമ്പററി വിസ കാരണം ഞാനൊരു ടെമ്പററി കോൺട്രാക്റ്റിലാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എവറി 6 months ഇങ്ങനെ എക്സ്റ്റെൻഡായി വരും. അങ്ങനെ ഒരു ഓഗസ്റ്റ് 1st വീക്ക് ആയപ്പം എൻ്റെ അടുത്ത് എൻ്റെ മാനേജർ പറഞ്ഞു, നിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും സെപ്റ്റംബർ വരെ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് മുന്നോട്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു ചേഞ്ച് വരുന്നതുകൊണ്ട് എല്ലാവരെയും പെർമനൻ്റ് ആക്കണം. അപ്പം ഞാൻ അവിടെ ഓൾറെഡി ഒരു 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു ദാറ്റ് ആന, നീ ടെമ്പററി വിസയിലായതുകൊണ്ട് നിനക്ക് ഒരിക്കലും പെർമനൻ്റ് ആകാൻ പറ്റത്തില്ല, പക്ഷേ നിനക്ക് ജോലിയുടെ കാര്യത്തിൽ വരി ചെയ്യേണ്ട, കാരണം നിൻ്റെ കോൺട്രാക്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ പെട്ടെന്നായിരുന്നു അവരുടെ റൂള് മാറ്റിയത്. ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. കാരണം ഇത്രയും നാൾ അവരുടെ അടുത്ത് പറഞ്ഞു നീ ജോലിയെപ്പറ്റി വരി ചെയ്യണ്ട, പെട്ടെന്ന് അവരുടെ അടുത്ത് പറയുന്നു ഒന്നുകൂടെ നീ ഇൻ്റർവ്യൂ പ്രോസസ്സ് അറ്റൻഡ് ചെയ്യണം, എല്ലാവരുടെയും കൂടെ ആപ്ലിക്കേഷൻ ഇട്ട് ആ ആപ്ലിക്കേഷൻ സെലക്റ്റായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്റ്റായി മാത്രമേ നിനക്കിനി ജോലി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന്. ഞാൻ ആ സമയം ജവമാല ഇപ്പം ഞാൻ നാട്ടിൽ വന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് ജവമാല റാലി കൂടാനും ഒന്ന് സാക്ഷ്യം പറയാനും. അപ്പം ഞാൻ ഓൾറെഡി ജവമാല റാലി കൂടാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുക. അപ്പം എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. പുറത്ത് ജീവിക്കുന്നവർക്കറിയാം നമുക്ക് ഒരുപാട് ബിൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോണും റെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. അത് എൻ്റെ ലെവലല്ല, എന്നെക്കാളും ഒരു ഹയർ ലെവലാണ് എനിക്ക് ഇൻ്റർവ്യൂ തന്നത് മാതാവ്. ഞാൻ ഇൻ്റർവ്യൂവിൽ ചെയ്തപ്പോഴാണെങ്കിലും മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ കാരണം അത് ഓഫ്ലൈൻ മാറ്റി എനിക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആക്കി. ആൻഡ് അതിലൊരു നല്ല കാര്യം നടന്നതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ ടീംസിൽ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ഇതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇൻ്റർവ്യൂവിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഇതുപോലെ എൻ്റെ മെറിറ്റിനെ കംപ്ലീറ്റ്ലി 0 ആക്കിയിട്ട് മാതാവിൻ്റെ കൃപയിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ പുറകിൽ നീലത്തിരി കത്തിച്ചു, ഞാൻ ഉപ്പ് ലാപ്ടോപ്പിൻ്റെ മേളിൽ വെതറി, ഞാൻ വിശുദ്ധ തൈലം എൻ്റെ കയ്യിലും എൻ്റെ നെറ്റിയിലുമൊക്കെ തൂത്ത് എനിക്കതിനുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യാം. ബിക്കോസ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നോൺ സ്റ്റോപ്പായിട്ടാണ് ഞാൻ ആൻസേഴ്സ് പറഞ്ഞത്. ഞാൻ അതിൽ ഒരു സ്റ്റോപ്പ് പോലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ അതിൽ അവർക്ക് എന്നോട് തിരിച്ച് ചോദിക്കാൻ പോലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുത്തില്ല. അതുപോലെയാണ് മാധവ് എനിക്ക് ആൻസേഴ്സ് അവിടെ പറഞ്ഞു തന്നത്. എനിവേ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പം എൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് ലെവൽ 5 വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെവൽ 5 ഓൾറെഡി ടെമ്പററി ആയിട്ട് 5 years ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും എന്നെക്കാളും ഒരുപാട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, CPA അങ്ങനത്തെ അക്രഡിഷനൊക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൽ കമ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിലൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ 2 കാര്യമാണ് പ്രാർത്ഥിച്ചത്. ഒന്നാമത് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ, ഞാൻ കാരണം വേറൊരാളുടെ ജോലി പോകരുത്. കാരണം എനിക്കിവിടെ ഒരു ജോലി കിട്ടിയാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗിൻ്റെ ജോലി പോകും. ബിക്കോസ് അയാൾ ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ്, എനിക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഇല്ലാത്തടത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കാൻ നീ പോകണം. അങ്ങനെ കുറേ ആഴ്ചകൾ കഴിഞ്ഞു. എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടി, ആരും സെലക്ട് ആയില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ആന നീ സെലക്ട് ആയോ, നീ എന്തെങ്കിലും ഹിയർ ബാക്ക് ചെയ്തോ എന്ന്. അപ്പോഴാണ് എനിക്ക് ഒരു ഫ്രൈഡേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ പെർഫോമൻസിൽ ഒരുപാട് ഹാപ്പിയാണ്, നീ നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് അൺഫോർച്യുനേറ്റ്ലി നിനക്ക് ആ ജോലി തരാൻ പറ്റത്തില്ല. ബിക്കോസ് നീ ഒരു ടെമ്പററി വിസയിലാണ്, ഇവിടെ റെസിഡൻറ്റ് അല്ലെങ്കിൽ സിറ്റിസൻസിന് മാത്രമേ പെർമനൻ്റ് ആകാൻ പറ്റത്തുള്ളൂ ഗവൺമെൻറ്റിൽ. ഞാനത് കേട്ടപ്പം ഭയങ്കര ഷാറ്റേഡായി. ബിക്കോസ് മാതാവ് എനിക്കൊരു വഴി ഒരു സെറ്റാക്കി തന്നു, പക്ഷേ അതിലും എനിക്കൊരു ഫെയിലിയർ ആയിപ്പോയെന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ലൈറ്റിങ്ങിലൊന്നും കൺഫേം തരാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. we can't say anything, it's out of our control, it's out of my control. So ഞാൻ പ്രാർത്ഥിച്ചു, കുറേ പ്രാർത്ഥിച്ചു.
അങ്ങനെ ഒരു ദിവസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻഡ് ഐ എം സോ സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ വെയിറ്റ് ചെയ്യണം, ഇവരുടെ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം, മുന്നോട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ആൻഡ് അത് കഴിഞ്ഞ് എന്താ ഒരു 10 മിനിറ്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വിതിൻ 10 മിനിറ്റ്സ് എൻ്റെ മാനേജർ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ആൻഡ് ഐ എം സോ സോറി for whatever I have put you through, for whatever our department has put you through. I want to offer you a permanent level 5 accountant job with Queensland government. അത് ഞാൻ കേട്ടപ്പം സത്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചില്ല. കാരണം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ അവിടെ ഓൾറെഡി 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് റൂൾ അനുസരിച്ച് മോർ ദാൻ എ ഇയർ ഞാനവിടെ വർക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് റിവ്യൂവിന് അയക്കാം, എനിക്ക് പെർമനൻ്റ് ആകാം. പക്ഷേ ഞാൻ ഓൾറെഡി അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കാകാൻ പറ്റത്തില്ല, കാരണം നീ ഒരു ടെമ്പററി വിസയിലാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അവരുടെ അടുത്ത് പറയുന്നു ദാറ്റ് നൗ യു ഹാവ് എ ജോബ്, നൗ യു ഹാവ് എ പെർമനൻറ്റ് ജോബ്. ആൻഡ് ദ തിങ് വിത്ത് പെർമനൻറ്റ് ജോബ് ഇൻ ഗവൺമെൻറ് ഈസ് ദാറ്റ് നമുക്ക് അതൊരു പെർമനൻറ്റ് ജോബ്, ലൈക്ക് ആർക്കും ഒരിക്കലും എന്നെ ആ ജോലി നിറക്കാൻ പറ്റത്തില്ല. അതിൽ ആ 10 മിനിറ്റ്സ് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ പേരൻസിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ലൈക്ക് പ്രാർത്ഥിക്കുകയാണോ കരയുവാണോ എന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഞാനിപ്പോൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പം എനിക്കറിയില്ല what I went through, that emotions what I went through. എനിക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല, കാരണം മാതാവിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ ആ കാര്യത്തിൽ. അങ്ങനെ എനിക്ക് അവർ നേർച്ച വസ്തുക്കൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓഫീസിൽ പോയപ്പം വിശുദ്ധ ഉപ്പിട്ട് ഞാൻ ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ബൈബിൾ വായിക്കുമായിരുന്നു, ഞാൻ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മനസ്സിപ്പോഴും ഒരു ഷാറ്റേർഡ് ഇതിലാണ്, കാരണം എന്താ നടക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ പ്രാർത്ഥന വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടേയിരുന്നു. എൻ്റെ പേരൻസിനാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 8 നോയമ്പിന് ഞാൻ എന്നും നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുന്നേ എനിക്കൊരു ഗുഡ് ന്യൂസ് തരണമേ, എനിക്കൊരു ജോലി എങ്ങനെയാണെങ്കിലും തരണമേ. എനിക്ക് പറയാൻ വിട്ടൊരു കാര്യം, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ജാനിലാണ്. ഞാൻ ഒരു 9 months ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജോലി അന്വേഷിക്കുമായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിലെ എല്ലായിടത്തും ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. ഞാൻ എൻ്റെ ലെവലിലുള്ള ജോലി നോക്കി, എന്നെത്താളും താഴെയുള്ള ജോലി നോക്കി. എനിക്ക് 9 months റിജക്ഷൻ അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം 9 months കഴിഞ്ഞ് മാതാവ് എനിക്ക് തന്ന ഈ ഒരു അനുഗ്രഹം, അത് എനിക്കെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. സോ യെസ്, സെപ്റ്റംബർ 8-ാം തീയതി നോയമ്പിന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു ഗുഡ് ന്യൂസ് തരണമേ. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുന്നേ അവരെനിക്ക് കോൺഫർമേഷൻ ഇമെയിൽ റൈറ്റിംഗ് തന്നു ദറ്റ് യു ആർ പെർമനൻ്റ്ലി അപ്പോയിൻറ്റഡ്. എനിക്ക് ആദ്യം ഫോൺ കോളിലാണ് പറഞ്ഞത്, ഇതെനിക്ക് റൈറ്റിങ്ങിൽ തന്നു, യു ആർ പെർമനൻ്റ്ലി അപ്പോയിൻറ്റഡ്. ഇപ്പം നിൻ്റെ ക്രിമിനൽ ഹിസ്റ്ററി ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ സെപ്റ്റംബർ 31-ാം തീയതി വരെ എൻ്റെ ആ കോൺട്രാക്റ്റ് തീരുന്നതിന് 10 days മുന്നേ, സോ സെപ്റ്റംബർ 19th എൻ്റെ കയ്യിൽ എൻ്റെ ഒഫീഷ്യൽ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ആൻഡ് 19 തൊട്ട് ഞാൻ ഒഫീഷ്യലി ഹയർ ഡ്യൂട്ടിയിലോട്ട് ചാർജ് എടുത്തു. ഇതല്ലാതെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ സമയ ചുരുക്കം കാരണം ഞാനത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എനിക്ക് പ്രേക്ഷിത വേല എന്ന് പറയുന്നത്, ഞാൻ അന്ന് ജനുവരിയിൽ ഇവിടുന്ന് പോയപ്പം ഞാൻ പത്രം വായിച്ചായിരുന്നു. ആ പത്രമൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നവർക്ക് ഞാൻ കൊടുത്തു, എന്നെക്കൊണ്ട് കഴിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇന്നർ സർക്കിളുള്ള ആൾക്കാർ, ലൈക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ക്രിസ്ത്യൻസ് ആണ്, പക്ഷേ അവർ കാത്തലിക്സ് ആണ്. പക്ഷേ ആ ഒരു വിശ്വാസം ലൈഫിൽ ഓരോ പ്രശ്നം വരുമ്പം വിശ്വാസം ഒരേ കുറയുമല്ലോ. പക്ഷെ ഐ ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ വേ ഓഫ് ഗോഡ് ആൻഡ് ഹൗ ഗോഡ് വർക്ക്സ് ആൻഡ് ഹൗ പ്രേയർ വർക്ക്സ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പ്രാർത്ഥനയിലോട്ട് ലീഡ് ചെയ്യാനും. ആക്ട് ഓഫ് മേഴ്സി എന്ന് പറയുമ്പം ഞാൻ ആദ്യം ഇവിടെ പറയാൻ പറ്റും, പേരിന് മാത്രം ഫൈനാൻഷ്യലി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. കാരണം പിന്നെ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും നമ്മൾ വിശേഷ വിദ്യ എന്താ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത് തന്നെ. ഞാൻ ചെയ്യുന്നത് ഭയങ്കര ബെയർ മിനിമം ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഫ്യൂ ക്ലിക്സിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം, അത് ആർക്ക് വേണമെങ്കിലും പറ്റും സത്യം പറഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താ ചെയ്യാൻ പറ്റും. ഞാൻ ഓസ്ട്രേലിയ എന്നൊരു കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതാണ്. അപ്പം അങ്ങനെ ഞാനിവിടെ ഒരു ഓസ്ട്രേലിയൻ കപ്പിൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടു. അവർ പറഞ്ഞതാണ് അവർ ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്ന കാര്യം.
അങ്ങനെ ഞാനത് കേട്ടപ്പോൾ എനിക്കിതൊരു ഐഡിയ കിട്ടി. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി റീസേർച്ച് ചെയ്തപ്പം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ ഓർത്ത് ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എനിക്ക് ഒരു 4-5 മണിക്കൂർ എനിക്ക് വോളണ്ടിയറിങ് ചെയ്ത് എനിക്ക് കർത്താവിന് വേണ്ടി ആ സമയം ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടി ജീവിതം കുറച്ചുകൂടെ ഫുൾഫിൽമെൻറ്റോടുകൂടി നടത്താൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വളരെ ലേറ്റായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ എനിക്ക് ലൈഫ് ലോങ് എനിക്ക് ഉടമ്പടിയിൽ നിൽക്കണം എന്നുള്ളതാണ്. എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഞാൻ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ ഞാൻ കൊന്തുചൊല്ലും, കുർബാനയ്ക്ക് പോകും. എൻ്റെ സ്കൂളിലാണെങ്കിലും ലൈക്ക് ഐ ബിൻ വെരി 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 ഇൻവോൾവ് ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ 0 എന്ന് തുടങ്ങിയത് ഒരാളാണ്. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് മാർക്കാണെങ്കിലും ജോലിയാണെങ്കിലും എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെൻ്റെ കർത്താവിൻ്റെ കൃപയാലാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥനയെ മറന്നു, ഈ കർത്താവിനെ മറന്നു ജീവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഓർത്തു ഇതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഉടമ്പടിയിൽ ജീവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് അല്ല. സത്യം പറഞ്ഞാൽ ട്രൂ ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ്, that is what Udambadi is. It's not asking you to be anything extraordinary. It's just asking you to lead what God asks. And it's just a simple thing. If you look at it, it's a very, very simple thing. പക്ഷേ അത് നമ്മളത് അതിനെ ആ ഒരു രീതിയിൽ കാണണം. അത് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ അത് നമ്മളിന്ന് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് be close to God, pray and do what God would do and how He wants you to lead your life. അതുപോലെ തന്നെ ഞാനിപ്പം ബൈബിൾ വായിക്കും, അരമണിക്കൂർ പേഴ്സണൽ പ്രെയർ, കൊന്തുചൊല്ലും, അച്ഛൻ്റെ ധ്യാനം മുടക്കാതെ കാണും. അതുപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ്സ് ഞാൻ എവറി ഡേ വിതൗട്ട് എനി ബ്രേക്ക് ഞാനത് കൂടും. സ്പിരിച്വലി വേറൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് റെവലേഷൻ ബുക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് എൻഡ് ഓഫ് ടൈംസ് അല്ലെങ്കിൽ ജീസസിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ആയിരുന്നു. അപ്പോൾ ഞാനതൊരിക്കലും വായിച്ചിട്ടില്ല. ഞാൻ ബൈബിൾ വായിക്കും, പക്ഷേ ആ ചാപ്റ്റർ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ ചാപ്റ്റർ വായിച്ചു. ഇന്ന് ഞാൻ വെൻ ഐ ലുക്ക് ബാക്ക് ഞാൻ ഇപ്പോൾ അത് ഭയക്കുന്ന ഒരു സംഭവമല്ല. കാരണം നൗ ഐ എം ലിവിങ് the holy life that God wants me to be, so I have nothing to be afraid of. I'm rather happy thinking about it. And ഞാൻ ഒരിക്കലും ഇറ്റേണൽ ലൈഫ്, നിത്യജീവനെപ്പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കും. ഞാൻ കർത്താവിനിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ലൈഫാണ് എന്നെ ലീഡ് ചെയ്യുന്നത്, അതാണ് ഞാനിപ്പം കൂടുതൽ ട്രൈ ചെയ്യുന്നത്. I'm absolutely not perfect. I make a lot of mistakes. I'm nowhere near 100%, but I can say that I'm trying every single day, trying to be a better person. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് ഞാൻ ഭയങ്കര മൈൻഡ്ഫുൾ ആയിരുന്നു. ഞാനിപ്പം വേറൊരാളെ ഹേർട്ട് ചെയ്തു, എൻ്റെ വേർഡ്സ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസ് എൻ്റെ ദൈവത്തിനെ ഹേർട്ട് ചെയ്തോ എന്നതാണ്. എൻ്റെ കർത്താവ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും, അതുപോലെ തന്നെ എന്നെ ഈ ഒരു ലൈഫിലോട്ട് ലീഡ് ചെയ്തതും എനിക്ക് കൃപാസന ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പം ഞാൻ പാട്ട് കേൾക്കാറില്ല, ഞാൻ സാക്ഷ്യങ്ങളാണ് കേൾക്കാറുള്ളത്. അച്ഛൻ്റെ ധ്യാനം അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കും, മാതാവ് എനിക്കിങ്ങനെ ഒന്ന് വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു കൃപ തരണേന്ന്. അപ്പം I'm literally living my dream right now by standing here and talking to everybody and proclaiming my faith. And so I'm thank you so much, Mother Mary. Thank you so much, Jesus. Thank you so much. പുറപ്പാടിൻ്റെ പുസ്തകം 33:15-16 തിരുവചനങ്ങൾ. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അന്ന ഡോൾഫി ജേക്കബ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിർണായക ദിവസങ്ങളിൽ തന്നെ സ്വാധീനിച്ച വചനവാക്യം ഇതെന്ന് നമ്മളോട് പങ്കുവച്ചു. പ്രിയമുള്ളവരെ, ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുന്നതിനപ്പുറം ഉറപ്പുള്ളൊരു കാഴ്ചപ്പാടും ദൈവസ്നേഹത്തിൻ്റെ ബോധ്യങ്ങളും നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് ഒരു ആവശ്യം കഴിയുമ്പോൾ 10 ആവശ്യങ്ങൾ നമ്മൾ തേടി വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാർത്ഥന ഇത് ലഭിച്ചുവെന്ന് നാം പറയുന്ന നിമിഷം
10 പുതിയത് പറയുവാൻ നമുക്കിങ്ങനെ മുൻപിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമുക്ക് ദൈവസ്നേഹത്തോടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുവാനും അമ്മ മാതാവിലും ഈശോയിലും ശരണപ്പെട്ട് ജീവിക്കുവാനുമുള്ള ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നെത്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകൾക്ക് അവസാനമുണ്ടാവും, പരാതികൾക്ക് കുറവുണ്ടാകും, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾക്ക് എപ്പോഴും ഒരു ദൈവസ്നേഹം സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കുവാൻ എൻ്റെ അമ്മയോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്ന, നിത്യജീവനിലേക്ക് വേണ്ടി ഞാൻ സഞ്ചരിക്കുന്ന ഈ ലോകത്തിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇത് ആനന്ദമുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്, അനുസരണയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ്. അതോടൊപ്പം അനുതാപത്തോടെ ദൈവത്തിന് പ്രിയമുള്ളവരായി ഓരോ ദിവസവും ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഒരു ദിവസം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയും എൻ്റെ ആത്മാവ് എൻ്റെ ഈശോയ്ക്ക് സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ഉടമ്പടി. നമ്മൾ അലസമായി, അലക്ഷ്യമായി, ഫോക്കസ് ഇല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി നമ്മളെ കൃത്യമായി ഈശോയ്ക്ക് സ്വന്തമായി, ഈശോയെ കണ്ടുകൊണ്ട് അമ്മ മാതാവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അമ്മ മാതാവ് ഓരോ നിമിഷവും ഇടപെടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഭാരമില്ലാതെ ഒരു തൂവൽ ഈ കാറ്റിലിങ്ങനെ പറന്നു നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൽ നമ്മളിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നവരായി ജീവിതത്തെ കൊടുക്കുവാനാവും. നിത്യതയിലേക്ക് ഉടമ്പടി ജീവിതം ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്, സംശയം വേണ്ട. കാരണം അത് നമ്മുടെ ആത്മാവിനെ ഓരോ നിമിഷവും ദൈവത്തിന് സ്വന്തമാക്കുന്ന വിധം സൂക്ഷിച്ചു കൊണ്ടിരിക്കും, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച ഒരു വലിയ ഉദ്യോഗത്തിന്, ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വത്തിനും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി മകൾക്ക് ലഭിച്ച നല്ല ബോധ്യങ്ങൾക്കും അതിൻ്റെ സന്മനസ്സിനും ഒപ്പം അമ്മ മാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും ഈ സാക്ഷ്യം പറയുവാനും അമ്മയുടെ ജപമാല റാലിയിൽ പങ്കുചേരുവാനും വേണ്ടി മാത്രം മകൾ ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടം വരെ എത്തിച്ചേർന്നു എന്ന് ലോകത്തോട് വെളിപ്പെടുത്തുമ്പോൾ എത്ര കണ്ട് അമ്മ മകളുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഏറ്റവും ആണ്. ഇതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.